സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു മില്ലറ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കേണ്ടത് എന്താ മില്ലറ്റ്, എല്ലാവരും പറഞ്ഞ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്. പക്ഷേ ഈ മില്ലറ്റ് നമ്മുടെ നാട്ടിൽ അധികം ഉപയോഗിക്കാനായിട്ട് കണ്ടിട്ടില്ല. അപ്പം ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കോയിക് സീഡ്, ജോബ്സ് ടിയേഴ്സ്, പിന്നെ അട്ലേ മില്ലറ്റ് എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് അരുണാചൽ പ്രദേശ് അവിടെയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യണത്. പിന്നെ നോർത്ത് ഈസ്റ്റിലെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. പിന്നെ കൂടുതലും ചൈന, ശ്രീലങ്ക, ഫിലിപ്പൈൻസ് അവിടെയൊക്കെയാണ് കൂടുതലായിട്ട്, തായ്ലാൻഡിലൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഇതിൽ ഫാറ്റിൻ്റെ 2% ആണ് പറയുന്നത്. ഫൈബറിൻ്റെ 4% പറയുന്നുണ്ട്. പിന്നെ ഇത് ഓർഗാനിക് സർട്ടിഫിക്കേഷനിലാണ് കമ്പനിയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. പിന്നെ ഈ അട്ലേ മില്ലറ്റിനെ പറ്റി വേറെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒരു ബാർലിയുടെ കിനോയുടെ മിക്സ്ചർ പോലെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ജപ്പാനിൽ ഇത് റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് കാപ്പിക്ക് പോലും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പ്രോട്ടീൻ്റെ 17 മുതൽ 18%, ഫൈബറിൻ്റെ നമ്മളിപ്പോൾ 4% കണ്ടത്. പിന്നെ അത് ഡയോറിറ്റിക്കാണ്, ഗ്ലൂട്ടൻ ഫ്രീ. പിന്നെ തെറപ്യൂട്ടിക് പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അതിനൊക്കെ ഉപയോഗപ്പെടും. പിന്നെ ആൻറ്റിവൈറലാണ്, ഡയബറ്റീസിന് ഉപയോഗപ്പെടും. ഹൈപ്പർ ടെൻഷൻ, ഇമ്മ്യൂണിറ്റി, പിന്നെ കൊളസ്ട്രോൾ ലോവറിങ്, പിന്നെ ഫാറ്റി ലിവർ, ആൻറ്റി ഇൻഫ്ലമേറ്ററി, പിന്നെ അനാൽജസിക് ആണ്, ആൻറ്റി ഓക്സിഡൻറ്റ്, പിന്നെ വെയിറ്റ് ലോസിന് ഉപകരിക്കും. പിന്നെ കോസ്മെറ്റിക്സ്, ഇൻഫ്ലുവൻസ, ക്യാൻസർ. അപ്പോൾ ഇത്രയും ഉപയോഗമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിതൊക്കെ വെറുതെ വായോണ്ട് പറഞ്ഞാൽ, പക്ഷെ ഇതിനെല്ലാത്തിനും പിയർ റിവ്യൂഡ് റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഇത് ഞങ്ങൾക്ക് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് കവറിൻ്റെ അകത്ത് ഇത് ഇങ്ങനെയാണ് ഇരിക്കണം. അപ്പോൾ ഇത് നമ്മൾ കവറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതി ഞാൻ നെറ്റിലൊക്കെ നോക്കി. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് വെക്കണമെന്നാണ് പറഞ്ഞത്, ഫൈബർ കൂടുതലുള്ളതുകൊണ്ട്. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളത്തിലിട്ടിട്ട് ഒരു 3 മണിക്കൂർ വെക്കണമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാമെന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം. അപ്പോൾ നമുക്കിത് വെള്ളത്തിൽ ഇനി നനച്ച് വെക്കാം. അത് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാൻ നേരത്തെ കാണിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ വെള്ളം ഇട്ട് വെച്ചിട്ട് 3 മണിക്കൂറായി. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ പോകണതാണ്. അപ്പോൾ നമ്മളിങ്ങനെ വിരലിങ്ങനെ ഇട്ട് നോക്കുക. അപ്പോൾ ഇത്രയല്ലേ കണ്ടത്. അതിപ്പോൾ ആ ഹൈറ്റ് എൻ്റെ അത്രയും തന്നെ എക്സ്ട്രാ വെള്ളം കൊണ്ട് എടുക്കുക. എന്ന് പറഞ്ഞപ്പോൾ അത്രയും ഹൈറ്റിൽ നിൽക്കുമ്പോൾ, വെള്ളം നിൽക്കുമ്പോൾ ആ ഹൈറ്റ് തന്നെ മുകളിലോട്ട് എടുത്തിട്ട് അപ്പോൾ ഇത്രയും വരും. അപ്പോൾ അത്രയും വെള്ളം നിറക്കുക. എന്നിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അങ്ങനെയാണ് അത് കുക്ക് ചെയ്യണത്. അപ്പോൾ അത് നമുക്ക് കുക്ക് ചെയ്ത് നോക്കാം. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചേക്കാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ മിസ്സായി പോയി. ഇന്ത്യയിൽ ഇത് എവിടെ മേടിക്കാൻ കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ Amazon.in മേടിക്കാൻ കിട്ടും. പക്ഷേ ഇത് ഭയങ്കര എക്സ്പെൻസീവായിട്ട് അവർ വില ഇട്ടേക്കുന്നത്. അത് ഒട്ടും ചിന്തിക്കാൻ പറ്റാത്ത പ്രൈസൊക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഇത് വേണ്ടോന്നുള്ള ആൾക്കാർ അരുണാചൽ പ്രദേശിൽ കുറേ കണ്ടമാനം കൃഷിയുണ്ട്. അവിടെ വലിയ വിലയൊന്നും ഇല്ലാതെ കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു കർഷകൻ എൻ്റെ വീഡിയോ കിട്ടുന്നുണ്ട്, പുള്ളിയുടെ നമ്പറും കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ നിന്നെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അട്ലേ മില്ലറ്റ് അല്ലെങ്കിൽ ജോബ്സ് ടിയർ അല്ലെങ്കിൽ കോയിക് സീഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി, അരുണാചൽ പ്രദേശിൽ. അപ്പോൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്താൽ പലരും കോൺടാക്ട് ചെയ്ത് മേടിക്കുന്നുണ്ട് ന്യായമായ വിലക്ക്. പിന്നെ പറയാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇത് FSSAI 15 മില്ലറ്റോളം അംഗീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഉപയോഗിക്കാനുള്ളത്. അതിൽ വരുന്ന ഒരു മില്ലറ്റാണ് ഈ അട്ലേ മില്ലറ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ പേരൊക്കെയാണ് ജോബ്സ് ടിയേഴ്സ് അല്ലെങ്കിൽ കോയിക് സീഡ്. പിന്നെ ഇത് ഡീഹൾഡ് മില്ലറ്റാണ്. ഡീഹൾഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തൊരു തൊലി ഉണ്ടാവും, ആ സ്കിന്ന് എടുത്ത് കളഞ്ഞിട്ടുള്ള ഇതാണ്. അപ്പോൾ ഈ തവിടൊന്നും കളയണ്ട, അങ്ങനെ പോളിഷ് ചെയ്തതല്ല, അൺപോളിഷ്ഡ് തന്നെയാണത്. അതാണ് വേറെ ഇത്.
പിന്നെ വേറൊരു ഇതിൻ്റെ അകത്തുള്ള ഒരു എപ്പോഴും കേൾക്കാറുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജോബ്സ് ടിഎസ് അല്ലെങ്കിൽ അഡ്ലെ അല്ലെങ്കിൽ കോയിക്സിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ മലയാളത്തിലൊക്കെ ഒരു വേറൊരു കറുത്ത ഒരു തരം മില്ലറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കോയിക്സീഡ് എന്ന് പറഞ്ഞുള്ളത് ഒരുപാട് വെറൈറ്റി ഉണ്ട്. വിക്കിപീഡിയ പേജ് നോക്കിയാൽ മതി, മനസ്സിലാവും. അതിൽ ഈ സോഫ്റ്റ് ഹള്ളുള്ള ഒരു വെറൈറ്റിയാണ് ഈ കൊമേഴ്ഷ്യൽ യൂസിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ കോയിക്സ് ലാക്രിമ ജോബി എന്നാണ്. അപ്പോൾ അതിൽ ആ വെറൈറ്റിയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ യൂസിനും കുക്കിങ്ങിനും ഈ ചൈനീസ് ട്രഡീഷണൽ മെഡിസിനിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോയിക്സിൻ്റെ വേറെ വെറൈറ്റികളുണ്ട്. അത് ഏതൊരു പർട്ടിക്കുലർ വെറൈറ്റി ഭയങ്കര ഹാർഡാണ്. അതാണ് ഈ ഓർണമെൻ്റൽ യൂസിനും ഈ റോസറി ഉണ്ടാക്കാനും ഈ ക്രിസ്ത്യാനികളുടെ കൊന്തയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പിയർ റിവ്യൂഡ് സ്റ്റഡീസ് നോക്കിയപ്പോഴത്തേക്കും ക്യാൻസറിനെ പറ്റി കണ്ടമാനം സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ക്യാൻസർ പ്രിവെൻഷനും പിന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതും പിന്നെ കുറയ്ക്കുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പിയർ റിവ്യൂഡ് സ്റ്റഡീസ് ക്യാൻസറിനെ കിട്ടിയെന്നല്ല കണ്ടേക്കുന്നത്. അപ്പോൾ അതൊന്നും എല്ലാം ഇടാൻ പറ്റില്ല. കുറച്ച് സ്റ്റഡീസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ബാക്കി നിങ്ങൾ പിയർ റിവ്യൂഡ് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്ന പബ്മെഡ് സൈറ്റിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാവർക്കും കൂടുതലായിട്ട് പറയാനുള്ളത്. ഇനി ബാക്കി നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യം പറയാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളത് കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് എടുത്ത് നമ്മൾ വെള്ളം വറ്റിച്ചിട്ട് അപ്പോൾ ഇതേപോലെ പൊങ്ങി വരും, ബോൾ വരും. അപ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഒരു മില്ലറ്റിനും ഇല്ലാത്തൊരു ടേസ്റ്റാണ്. ഒരു ബാർലിയുടെയും കിനോയുടെ മിക്സ് പോലത്തെ ടേസ്റ്റ്. ഒക്കെ കഴിച്ചാൽ പിന്നെ കഴിക്കാൻ തോന്നുന്നു. ഇതാണ് അഡ്ലെ മില്ലറ്റ്. എല്ലാവരും ഇത് സംഘടിപ്പിച്ച് നോർത്ത് ഈസ്റ്റിൽ നിന്ന് സംഘടിപ്പിച്ച് കഴിക്കാൻ തോന്നുക. ഒരുപാട് ആരോഗ്യത്തിന് ഗുണമുണ്ട്.